ഓണപ്പൂക്കളം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ഓണത്തിൻ്റെ പ്രധാന ആകർഷണമാണ് ഓണപ്പൂക്കളം. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ വീട്ടുമുറ്റത്ത് പൂക്കൾ കൊണ്ടുള്ള ഒരു അലങ്കാരമാണ് ഓണപ്പൂക്കളം. തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കാതെ വന്നപ്പോൾ അവർ അവരുടെ വീട്ടുമുറ്റത്ത് പൂക്കളം ഉണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുവദിച്ചു എന്നാണ് ഐതിഹ്യം. പൊതുവെ പ്രാദേശിക അടിസ്ഥാനത്തിൽ പൂക്കളം ഇടുന്നതിൽ വ്യത്യാസമുണ്ട്. പണ്ട് കർക്കിടക മാസത്തിലെ തിരുവോണം തൊട്ട് ചിങ്ങമാസത്തിലെ തിരുവോണം വരെയായിരുന്നു ഓണം ആഘോഷിച്ചു വന്നത്. ഈ 28 ദിവസവും വിവിധ വലിപ്പത്തിലുള്ള പൂക്കളമിട്ട് കളിമണ്ണ് കൊണ്ട് തൃക്കാക്കരയപ്പനെ നിർമ്മിച്ച് പൂജിച്ചാണ് ആഘോഷങ്ങൾ നടത്തിയിരുന്നത്. പിൽക്കാലത്ത് ആചാരങ്ങൾ തുടർന്നെങ്കിലും ഉത്സവം ചിങ്ങമാസത്തിലെ അത്തം മുതൽ 10 ദിവസമായി കുറഞ്ഞു. അങ്ങനെയാണ് ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ പൂക്കളിടാൻ തുടങ്ങിയത് എന്നാണ് ചരിത്രം. എല്ലാ ദിവസവും പൂക്കളം ഇടുന്ന രീതിയും കേരളത്തിലുണ്ട്. തുമ്പപ്പൂവ്, തുളസിയില, മുക്കുറ്റിപ്പൂവ്, മുല്ലപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, ചെത്തിപ്പൂവ്, വിവിധ ഇലകൾ എന്നിവയെല്ലാം പൂക്കളം ഇടുന്നതിന് ഉപയോഗിക്കുന്നു. പൂ ഇടുന്നതിനും ചില ചിട്ടകൾ ഉണ്ട്. ഗണപതിക്ക് വെച്ച് ചാണകം മെഴുകി നിലവിളക്ക് വെച്ച് ചാണകം മെഴുകിയ തറയിലാണ് പൂക്കളം ഒരുക്കുന്നത്. മഹാബലി പാതാളത്തിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്ന ദിനമായ അത്തം നാളിൽ ചാണകം മെഴുകിയ തറയിൽ തുമ്പപ്പൂ ഇട്ടാണ് പൂവിടാൻ തുടങ്ങുന്നത്. ആദ്യ ദിനം ഒരു നിര പൂവായി തുമ്പപ്പൂ മാത്രമേ ഇടാൻ പാടുള്ളൂ. രണ്ടാം ദിനമായ ചിത്തിര നാളിൽ തുമ്പപ്പൂവിനൊപ്പം തുളസിയിലയിട്ട് 2 നിര പൂക്കളം ഒരുക്കുന്നു. ചോതി ദിനത്തിലും ഇതേ രീതിയിൽ ഇടാവുന്നതാണ്. 4-ാം നാളായ വിശാഖം നാളിൽ നിറമുള്ള പൂക്കളിട്ട് 4 നിര പൂക്കളം ഇടാം. 5-ാം ദിവസമായ അനിഴം നാൾ മുതൽ കുടകുത്തും. ഈർക്കിലിൽ നിറമുള്ള പൂക്കളും ചെമ്പരത്തിപ്പൂക്കളും കോർത്ത് നടുക്ക് കുത്തിവയ്ക്കുന്നതിനാണ് കുടകുത്തുക എന്ന് പറയുന്നത്. 6-ാം നാളായ തൃക്കേട്ട നാളിൽ 6 ഇനം പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു. 6-ാം ദിവസം മുതൽ പൂക്കളത്തിന് 4 ദിക്കിലേക്കും കാല് നീട്ടും. 7-ാം ദിവസമായ മൂലം നാളിൽ പൂക്കളം ചതുരാകൃതിയിലാണ് ഇടുന്നത്. പൂരാടം നാളിൽ 8 നിര പൂക്കളാണ് ഇടുന്നത്. പൂക്കളം ഏറ്റവും വലുതാകുന്ന ദിവസമാണ് 9-ാം ദിനമായ ഉത്രാടം നാൾ. ഇഷ്ടമുള്ളത്ര വലിപ്പത്തിൽ പൂക്കൾ കൊണ്ട് പൂക്കളം വലുതാക്കും. ഉത്രാടം ദിനം വൈകുന്നേരം പൂക്കളം എല്ലാം മാറ്റി പടിക്കൽ വയ്ക്കും. ചാണകം കൊണ്ട് തറ മെഴുകി തുമ്പക്കുടം വയ്ക്കും. തിരുവോണപ്പുലരിയിൽ അതിരാവിലെ എഴുന്നേൽക്കുകയും കുളിച്ച് കോടി വസ്ത്രങ്ങൾ അണിഞ്ഞ് നിലവിളക്ക് കത്തിച്ചു വെച്ച് ആവണിപ്പലകയിൽ ഇരിക്കുന്നു. ഓണത്തപ്പൻ്റെ സങ്കല്പരൂപത്തിന് അരിമാവൊഴിച്ച് പൂക്കുല നിരത്തി പുടവ നേദിക്കുന്നു. വിഗ്രഹങ്ങൾ പൂക്കുല കൊണ്ട് അലങ്കരിക്കുകയും പൂവട, പഴം, ശർക്കര തുടങ്ങിയവ നിവേദിക്കുകയും ചെയ്യുന്നു. ചിലയിടങ്ങളിൽ കുടുംബത്തിലെ കാരണവർ ചതയം വരെ പൂജ നടത്തുന്ന പതിവും ഉണ്ട്. തൂശനിലയിൽ ദർഭപ്പുല്ല്, തുമ്പക്കുടം എന്നിവ വിരിച്ച് തൃക്കാക്കരയപ്പനെ ആർപ്പ് വിളിച്ച് സ്വീകരിക്കും. ചില സ്ഥലങ്ങളിൽ മൂലം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠ നടത്തുന്നത്. കളം ഒരുക്കി അതിൽ 2 പലക നിരത്തുന്നു. ആദ്യ ദിവസം 5-ഉം 2-ാം ദിവസം 7-ഉം 3-ാം ദിവസം 9-ഉം തിരുവോണ ദിവസം മഹാബലിയെ കൂടി ഉൾപ്പെടുത്തി പ്രതിഷ്ഠ വെച്ച് പൂജിക്കുന്നു. ഉത്രട്ടാതി നാളിലാണ് പ്രതിഷ്ഠ ഇളക്കി മാറ്റുന്നത്. ഇന്നും ഈ രീതിയിൽ പിന്തുടരുന്നവരുണ്ട്. ഈ കാലയളവിൽ വളരെ വലിപ്പത്തിൽ മനോഹരമായ പൂക്കളങ്ങളാണ് വീട്ടുമുറ്റത്ത് ഇടുന്നത്.